നോക്കിക്കോ മക്കളെ, നമ്മൾ ഇന്നലെ വായിച്ചതിന് ബാക്കി വേണ്ട. നമുക്ക് ഇതിന് ഹംസയെ വ്യത്യസ്തം ഹർക്കത്തുകൾ കൊടുത്തുകൾ വായിക്കാം. നോക്കിക്കോ. ഇതെന്താ വായിക്കുന്നത്? ഇസ്ലാമുൻ. എന്താണ്? നല്ല വായിക്ക, വെച്ച് വായിക്കണ്ട. എനിക്ക് ഈ കണ്ട ഈമാനുൻ. അപ്പൊ ഇതാ അപ്പൊ ഇതോ അൻ. ഇതോ മലഉൻ. ഇതാ കണ്ട. റായിന് കസറുണ്ടെങ്കിൽ യാന്റെ മുകളിൽ വരും ഹംസ. കേട്ടാ, കസറുണ്ടെങ്കിൽ യാന്റെ മുകളിലാണ് വരുന്നത്. നോക്കിയ ഇനി കണ്ട. മലവിൻ്റെ ഇടയിൽ ഹംസന്റെ അലിഫിന്റെ മുകളിൽ ഹംസ വന്നു. ലമാന്റെ ഇടയിൽ എന്ത് വന്നു? അലിഫിന്റെ മുകളിൽ ഹംസ വന്നു. ഈമാൻ എന്ന് പറയുമ്പോൾ എന്താ? ഈമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അലിഫിനെ താഴെ വന്നു. കസറാവുമ്പോൾ അലിഫിനെ താഴെ ഉണ്ടാവും. ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്താവും? കസറാണെങ്കിൽ അലിഫിനെ താഴെ ഹംസ ഉണ്ടാവും. അർത്ഥം നോക്കി മക്കളെ. ആദമുൻ. ഇത് ഹംസ തന്നെയാണ്. ആദമുൻ. ഇത് നോക്കിയാ ഊതീതും. ലമ്മാവുമ്പോ എവിടെ വരും? നീത്ത വരും. ഊതീതും. എവിടെയാ? സബഇൻ. എന്താണ്? ഇതാ ലിവാഉൻ. ഒറ്റക്ക് വന്ന് അവസാനം വരുമ്പോ തൻവീൻ ലമ്മാവുമ്പോ ഒറ്റക്ക് വന്നു. കണ്ട ലിവാഉൻ. ഹംസ ഒറ്റക്ക് വന്നു. അല്ലെങ്കിൽ ഹംസ ഒറ്റക്ക് പേടിയാ. കണ്ട, ഹംസ ഒറ്റക്ക് വരലില്ല, പേടിയാണ്. കണ്ട, ഇതെല്ലാം യാഴുണ്ട്. ഒറ്റക്ക് വരലില്ല, അവസാനം ഒറ്റക്ക് വരും. കണ്ട ലിവാഉൻ. ഹംസ എന്തിനു മേലുണ്ട്? താഴെ അല്ലെ, ആറ് മേലെ കയറിയിട്ടില്ല ഹംസ. ലിവാഉൻ. അടുത്തതാ ഇവിടെ വാവിന്റെ മകള് കയറി ഹംസ. കണ്ട മലുവ. വായിക്കേണ്ടത് വാവുണ്ടാവും, മുകളിൽ ഹംസയാ വായിക്കേണ്ടത്. മനസ്സിലായില്ലേ?